കിണറുകൾ മലിനപ്പെടുന്നു. ഇത് കാരണം പ്രദേശത്തെ വീട്ടുകാർക്ക് കുടിവെള്ളം പോലും മുടങ്ങുന്ന അവസ്ഥയാണ്. ഇനിയും കേട്ടോ, മലിനീകരണം രൂക്ഷമായപ്പോൾ പരിസരത്തുള്ളവർ സംഘടിച്ച് ശബ്ദമുയർത്തിയിരുന്നു. മർക്കസ് സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴുക്കിവിടുന്ന മലിനജലം പരിസരത്തെ പറമ്പുകളിലും മറ്റും പരന്നൊഴുകിയിരുന്നു. പ്രശ്നപരിഹാരത്തിന് ശ്രമമില്ലാതെ വന്നപ്പോൾ മർക്കസ് മേധാവി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പരിസരത്തുള്ളവർ തടഞ്ഞു വെക്കുകയും മലിനജലം ഒഴുക്കിവിടുന്ന സ്ഥലങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്നു. ഗത്യന്തരമില്ലാതെ അന്ന് തന്നെ ശാശ്വതമായി പ്രശ്നം പരിഹരിക്കാമെന്ന് രേഖാമൂലം കാന്തപുരത്തിന്റെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് നൽകിയിരുന്നു. പക്ഷേ ഈ കരാറിൽ 15 ദിവസങ്ങൾക്കകം ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉൾപ്പെടെ മലിനീകരണ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ 2 മാസം കഴിഞ്ഞിട്ടും പ്രശ്നപരിഹാരമുണ്ടാകാതെ വന്നപ്പോൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മുഖ്യമന്ത്രിക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും മനുഷ്യാവകാശ സംഘടനകൾക്കും പരാതി നൽകിയിരുന്നു. കാന്തപുരം വാക്ക് പറഞ്ഞാൽ പാലിക്കാറുണ്ടോ? 15 ദിവസത്തിനകം ചെയ്യാന്ന് പറഞ്ഞിട്ട് 2 മാസമായിട്ടും മലിനജലത്തിനെതിരെ നടപടിയെടുത്തില്ല. എന്തിനാ മർക്കസ്? കാന്തപുരാരാന്ന് മനസ്സിലായി. മർക്കസോടുള്ള നേട്ടം എന്താണ്, എന്തിനാണ് ആ സ്ഥാപനം എന്നും ബോധ്യമായി. ആളുകളെ അഹ്ലുസുന്നയുടെ പാതയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാവുന്ന സഖാഫിമാരെ വാർത്തവിടുക, അതോടൊപ്പം ഈ രൂപത്തിൽ എങ്ങനെയൊക്കെ പരിസരത്ത് പ്രയാസം ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കുക. ഇപ്പൊ വല്ല പോലീസ് ചില മൂലയന്മാര് മർക്കസിന് തറക്കല്ലിട്ടപ്പോ വളരെ കുറഞ്ഞ സ്ഥലേ മർക്കസ് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഉള്ളാൾ തങ്ങൾ പറഞ്ഞത്രേ, എടാ ഇക്കാണതൊക്കെ നമ്മളുതായിരിക്കും ഒരു കാലത്ത് എന്ന് പറഞ്ഞത്. അത് യാഥാർത്ഥ്യമായതല്ല, യാഥാർത്ഥ്യമാക്കിയില്ല, പുകച്ച് പുറത്താടിച്ചതാ. അപ്പൊ ഈ രൂപത്തിൽ ഏരിയ ഒന്നാകെ വെട്ടിപ്പിടിച്ചിട്ട് ഇതൊക്കെ നമ്മളുടെയാണെന്ന് പറഞ്ഞിട്ട് ചില ട്രെയിനിങ് ക്യാമ്പുകള് ജീരാനിക്കാരൻ പറഞ്ഞ പോലെ കേന്ദ്രങ്ങള് സ്ഥാപിച്ചിട്ട് അതിനെ പറ്റുന്ന ചില പടപ്പുകളെ പടച്ചുവിടുന്ന ഒരു സർക്കസ് കൂടാരം എന്നല്ലാതെ വേറെ മെച്ചൊന്നുമില്ല. എന്നിട്ട് ഓല അപ്പൊ നാട്ടിലിറങ്ങിയിട്ട് വഹാബികള്, ബ്രിട്ടീഷുകാർ അനുയായികള്, ഓര് ഖവാരിജികള്, ഓര് മുൻഗാമികൾ തള്ളിയവര്, അഹ്ലുസുന്നയെ വെള്ളം ചേർത്തവര്, അവരെ ഒതുക്കിയവര്, പുത്തൻവാദികള്, ഉണ്ടാൻ പാടില്ല, സലാം ചെല്ലാൻ പാടില്ല, മടക്കാൻ പാടില്ല, വിവാഹബന്ധം പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനി ഈ AP കൗമിനോട്, ഈ മർക്കസിന്റെ അനുയായികളോട്, ഈ കാലന്തൂരികളോട് എന്ത് നിലപാടാ വേണ്ടത് ശ്രദ്ധിക്കുക. റഹ്മത്തുള്ളാഹി ഖാസി പറഞ്ഞോട്ടെ, ഏത് രൂപത്തിൽ പെരുമാറണം അവരോട് ശ്രദ്ധിക്കുക. നിങ്ങൾ ചിന്തിക്കണം. ഈ വിഷയങ്ങളിലെല്ലാം സത്യത്തിൽ എന്താണോ മുജാഹിദിന്റെ ഭാഷ, ഈ ഭാഷ തന്നെയാണ് തബ്ലീഗ് ജമാഅത്ത് പുലർത്തിക്കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയും ഈ പ്രവർത്തനവും ഈ വിശ്വാസവും മുസ്ലിം സമുദായത്തിന് അന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും 4 ആളെ കാണുമ്പോൾ പറഞ്ഞ സംഗതിയാണ് എന്ന് വിചാരിക്കേണ്ട. എനിക്ക് തബ്ലീഗുമായി ഒരു ബന്ധവുമില്ല. എനിക്ക് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തുമായി സമസ്തമായുമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല. എങ്കിൽ പിന്നെ ആരൊക്കെയോ മാസിക ഇറക്കി അവൻ ഭ്രാന്തനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടിക്ക് ഭ്രാന്ത, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു